എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഷാ പ്രൊഡക്ഷൻ എന്ന പേരിൽ ഒരു പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫവാസ്, ഷാജു അതിന്റെ പ്രൊഡ്യൂസേഴ്സായിട്ട് വരുന്നുണ്ട്. സിനിമ എപ്പോഴും ഒരു പ്രൊഡ്യൂസറുടെ ഭാഗത്തുകൊണ്ട് ഒരു ഡയറക്ടറാണ്, ഞാൻ ടെക്നീഷ്യനായിട്ട് തുടങ്ങുമെങ്കിലും ഒരു പ്രൊഡ്യൂസറുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് തന്നെയാണ് ഒരു സിനിമയ്ക്ക് ഞാൻ ഇറങ്ങാറ്. കാരണം ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സമ്പാദ്യങ്ങൾ മുഴുവൻ ഒരാളെ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന്റെ കുടുംബം, അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള എല്ലാവരും അനുഭവിക്കേണ്ട ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചിട്ടുള്ള ഒരു സംഭവത്തെ ഒരാളുടെ വിശ്വാസത്തിൽ അല്ലെങ്കിൽ സിനിമ എന്ന പാഷന് വേണ്ടി ഒരാളുടെ വിശ്വസിച്ചുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ, അത് ചെറിയ എമൗണ്ട് ഒന്നുമല്ല, കോടികളാണല്ലോ ഒരു സിനിമ എന്ന് പറയുമ്പോൾ. അപ്പോ ഒരു പ്രൊഡ്യൂസർ തന്നെയാണ് ഒരു സിനിമയുടെ ഏറ്റവും വലിയ അടിത്തറ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിന്റെ ഫവാസും ഷാജുവും ഈ സിനിമയുടെ കഥയുമായിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്ന ഫവാസായിരുന്നു. ഇങ്ങനെയൊരു സംഭവമുണ്ട്, ഒരു കഥയുണ്ട്, നമുക്ക് സിനിമ ആക്കിയാൽ കൊള്ളാം എന്നുള്ളൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. എന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ഞാൻ ഓഫർ ചെയ്യും. കാരണം ആ കഥയ്ക്ക് ഒരു സാധ്യതയുള്ള സിനിമയാണ്. ഇപ്പോൾ നമുക്കിപ്പോ അറിയാം, ഈ ഒരു എന്റെ സിനിമ നോക്കിയാൽ ഞാൻ അങ്ങനെ വാരി വലിച്ച സിനിമ ചെയ്യുന്ന ആളൊന്നുമല്ല. നല്ല സിനിമകൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എന്റെ ലക്ഷ്യം. കാരണം ഞാൻ എല്ലാവരെയും മോഹിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു സംവിധായകനെ മോഹിപ്പിക്കുന്ന രീതിയിൽ, ഒരു ഫിലിം മേക്കറെ മോഹിപ്പിക്കുന്ന രീതിയിൽ ഒരു സിനിമ, വലിയൊരു സിനിമ ചെയ്ത് തുടങ്ങിയിട്ടുള്ള ഒരാളാണ് ഞാൻ. കാരണം റെഡ് വൈൻ എന്ന എന്റെ സിനിമ ലാലേട്ടനാണെങ്കിലും ഫഹദാണെങ്കിലും ആസിഫ് സുരാജ് ആണെങ്കിലും സൈജു ആണെങ്കിലും, അപ്പോൾ ഇൻഡസ്ട്രിയിലുള്ള സുഹൃത്തുക്കൾ പറയും, നീ ഒരു 10 സിനിമയിലുള്ള ഡയറക്ടർ ആർട്ടിസ്റ്റുകളുമായിട്ടാണ് സിനിമ ചെയ്തത്, ഞങ്ങൾക്ക് അതിൽ നിന്ന് ഓരോരുത്തരെ കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഓരോ സിനിമ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ആ രീതിയിൽ സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് കാരണം അത്ര ഭാഗ്യമാണ്. കാരണം അപ്പോ നമ്മൾ ഏറ്റവും മേലെ, പക്ഷെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോ അറിയാം, ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഇവരെല്ലാവരും, ഇവിടെ നിൽക്കുന്ന എല്ലാവരും വളരെ മികച്ചവരാണ്. പക്ഷെ ഒരു സ്റ്റാർഡം എന്ന് പറയുന്നത് ആ രീതിയിൽ, അത് ഗസ്റ്റുകളുടെ കൂട്ടത്തിലാണെങ്കിൽ പോലും എനിക്ക് വേണമെങ്കിൽ ഈ ഒരു പരിപാടിയിലേക്ക് എല്ലാവരെയും വിളിക്കാം. ഞാൻ ആരെയും ഈ പരിപാടിയിലേക്ക് എന്റെ പേഴ്സണലി ഞാൻ വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. വേറെ ഒന്നുമല്ല, വിളിച്ചു തുടങ്ങിയാൽ ഇവിടെ ഈ ഒരു വേറൊരു പരിപാടിയുടെ ഒരു വലുപ്പം കൂടും എന്നുള്ളത്. ഇത് നമ്മുടെ ഏറ്റവും ഇഷ്ടമുള്ള, നമ്മുടെ ഏറ്റവും അടുപ്പമുള്ളവര് ചേർന്ന് ഒരു മനസ്സോടെ ചെയ്യേണ്ട ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആളുകൾ മാത്രമാണ്. എന്നിട്ട് പോലും ഇത്രയും ആളുകൾ ഉണ്ടെന്ന് പറയുന്നത് സിനിമയെ സ്നേഹിക്കുന്നവരുടെ ഒരു മനസ്സ് തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സിനിമ ഒരു പ്രൊഡ്യൂസറുടെ, അപ്പോ ഒരു പ്രൊഡ്യൂസറെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയിലുള്ള ദൗത്യം.